ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ആദ്യമേ എല്ലാവർക്കും അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം കുറേയധികം പ്രശ്നങ്ങളിലൊക്കെ വന്ന് പെടുകയും ആൾക്കാരെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ജസ്നയ്ക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ ഇവരെ യൂട്യൂബ് ചാനലിലൊക്കെ കുറേ വീഡിയോസിന് താഴെ കമൻസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഹസ്ബൻഡിനെ കുറിച്ച്, സലീമിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഈ ജസ്നയുടെ ഭർത്താവായിട്ടുള്ള സലീമിനുണ്ടെങ്കിൽ ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു വർഷത്തോളമൊക്കെ ആയിട്ട് ഒന്നും തന്നെ ഈ ഒരു ജസ്നയെ കാണാനൊന്നും ഭർത്താവ് വരികയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ ജസ്നയുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസിലെല്ലാം ഭർത്താവ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ കള്ളം പറയുകയാണ്, സലീമുമായിട്ട് നീ പിരിഞ്ഞു, സലീം നിന്നെ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചു, ഇത് ഞങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്നയും ഭർത്താവായിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതിന് ഗിഫ്റ്റ് അയച്ചു എന്നുള്ള രീതിയിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഇതേ കണക്കുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നീ കള്ളം പറയുകയാണ്, ഇങ്ങനെ എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത്, ഇതുവരെ ഞങ്ങളെ ആരെയും കാണിക്കാതെ എന്താണ് ഇരിക്കുന്നത്, അവൻ എന്താണ് ഗൾഫിൽ അത്രമാത്രം എന്താണ് ജോലി, ഒരു ഭാര്യയും മക്കളെ പോലും കാണാൻ വരാൻ പറ്റാത്ത അത്രയ്ക്ക് പ്രശ്നമാണോ, നീ ഇത് കള്ളം പറയുവാണ്, നീയുമായിട്ട് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, അവരുടെ ഫാമിലി കാര്യമാണ്, അവരുടെ ഒരുമിച്ചാണോ ജീവിക്കുന്നത് അല്ലയോ എന്നൊക്കെ നമ്മളെന്തിനാണ് അറിയുന്നതെന്നാണ് ഞാൻ ആദ്യമേ ആലോചിച്ചത്. ഇതിന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവരെ അതിൻ്റെ പേരിൽ കുറ്റം പറയുന്നത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിനൊന്ന് റിപ്ലൈ ആയിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ഭർത്താവിന് ഞാൻ ഒരുമിച്ച് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ജസ്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതല്ലേ അവരുടെ സന്തോഷം അവർ നോക്കിക്കോളും. ബാക്കിയുള്ളവർ എന്തിനാണ് ഇടപെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.